നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. പ്രതിസന്ധികളില്ലാത്ത ജീവിതം ആർക്കും ഉണ്ടാകില്ല. പരാജയങ്ങളും വേർപാടുകളും രോഗങ്ങളുമെല്ലാം വ്യത്യസ്തമായ അളവിലും അനുപാതത്തിലും എല്ലാവർക്കും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. ഇത്തരം പ്രതിബന്ധങ്ങളിൽ ചിലർ പരാജയപ്പെടുന്നു, ചിലർ വിജയിക്കുന്നു. പൊരുതി ജയിച്ചവർക്ക് പരാജിതരോട് പങ്കുവയ്ക്കുവാൻ ഒന്നു മാത്രമാണുള്ളത്. അത് ദുരിതകാലങ്ങളിലും അവർ കെടാതെ സൂക്ഷിച്ച പ്രതീക്ഷയുടെ കരുത്തിനെ പറ്റിയാണ്. ഈ പിടിയും പിടിവള്ളിയും ഇതുതന്നെയാണ്, പ്രതീക്ഷ. അഗാധമായ കയത്തിൽ വീണുപോയയാൾക്ക് ജീവിതത്തിൻ്റെ മനോഹാരിതകളിലേക്ക് മടങ്ങി വരാൻ ഉപകരിക്കുന്ന കാട്ടുവള്ളിയും അതിലെ പിടിയും പ്രധാനപ്പെട്ടതാണ്. ഏതൊന്നും നഷ്ടപ്പെട്ടാലും ജീവിതം കൈമോശപ്പെട്ടു പോകും. പ്രതിസന്ധികളിൽ പതറാതെ പിടിയും പിടിവള്ളിയുമായ പ്രതീക്ഷയോടെ നടത്തുന്ന പോരാട്ടമാണ് നിങ്ങളെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ജീവിതത്തിൽ മനുഷ്യൻ നേടിയെടുത്ത മഹത്തായ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായി കരുത്തു പകർന്ന മനോവിശുദ്ധിയാണ് പ്രതീക്ഷ. ജീവിതത്തിലും ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണങ്ങളിലും ദുരന്തങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നാലും പ്രതീക്ഷകളുടെ നന്മകൾ ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഓരോ നിമിഷവും പ്രതീക്ഷ പകർന്നു നൽകുന്നത്. നിങ്ങൾ പ്രതീക്ഷയിൽ ആയിരിക്കുമ്പോൾ മനസ്സ് ദുരിതങ്ങളെക്കുറിച്ചോർത്ത് നിരാശപ്പെടാറില്ല. നന്മയുടെ നല്ല കാലങ്ങളെക്കുറിച്ചോർത്ത് പ്രഭാപൂർണമായ ആത്മവിശ്വാസവും ആവേശവുമായി പ്രവർത്തന സജ്ജമാക്കും. പ്രത്യാശ നിങ്ങളെ സൃഷ്ടിപരമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മനഃശക്തിയുടെ സ്രോതസ്സാണ്. ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളെ തകർക്കാനാവില്ല. നിങ്ങൾക്ക് പ്രത്യാശയുണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളെ ആർക്കും തകർക്കാനാവില്ല. എന്നാൽ ആരും എതിർത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ തകർന്നു പോകും, നിങ്ങൾ പ്രത്യാശ പുലർത്തുന്നില്ല എങ്കിൽ. നിങ്ങൾ സ്വയം സമർപ്പിതനായി പ്രത്യാശ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ പോലും വിജയത്തിനായി ഉല്ലാസവാനായി പ്രവർത്തിക്കുവാനുള്ള മാന്ത്രിക ശക്തി വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഒരിക്കലും പരാജയപ്പെടാത്ത മരുന്നാണ് പ്രത്യാശ. സുഹൃത്തുക്കളെ, മഹത്തായ നേട്ടങ്ങളൊന്നും ഒരു രാത്രി കൊണ്ട് നേടിയതല്ല. പ്രത്യാശ നിങ്ങൾക്ക് പതറാത്ത ആത്മവീര്യത്തിനും ഉത്സാഹത്തിനുമൊപ്പം സമ്മാനിക്കുന്ന മഹനീയ ഗുണമാണ് ക്ഷമ. ജീവിതത്തിൽ പ്രത്യാശ പുലർത്തി പ്രവർത്തന സജ്ജമാകുമ്പോൾ പ്രതിബന്ധങ്ങളിൽ പോലും വേഗത്തിൽ ആകുലപ്പെടാതെ ക്ഷമയോടെ നിരന്തര പരിശ്രമങ്ങളിലൂടെ ലക്ഷ്യത്തിലെത്തുവാനുള്ള മനസാന്നിധ്യമുണ്ടാക്കുകയാണ് വേണ്ടത്. പ്രത്യാശ പുലർത്താത്തവർ ചെറിയ പരാജയങ്ങളിൽ പോലും ക്ഷമ നശിച്ച് നിരാശയുടെ വേഗം തന്നെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നവരാണ്. അക്ഷമയും നിരാശയും നമ്മുടെ കരുത്തിനെ ദുർബലമാക്കുന്ന പ്രതിലോമ വികാരങ്ങളാണ്. പ്രത്യാശ നിങ്ങളിലെ ഏറ്റവും ശക്തിമത്തായ ആയുധവും പ്രതിരോധവുമാണ്. അത് നിങ്ങളെ കൂടുതൽ സൃഷ്ടിപരമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഉത്സാഹഹേതുവാണ്. ജീവരശ്മിയുടെ മഹത്തായ നേട്ടങ്ങളെല്ലാം മനുഷ്യൻ്റെ പ്രകാശപൂർണമായ നിരന്തര പ്രയത്നങ്ങളിലൂടെ നേടിയെടുത്തവയാണ്. പരിശ്രമങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അതോർത്ത് ദുഃഖിച്ചിരിക്കാതെ പ്രതീക്ഷാനിർഭരമായ തുടർ പ്രവർത്തനങ്ങളാൽ ലക്ഷ്യം നേടും വരെയും ഉന്മേഷഭരിതമായി മുന്നോട്ട് കൊണ്ടുപോവുക. ചിലർക്ക് എത്താൻ പെട്ടെന്ന് തന്നെ കഴിയും. എന്നാൽ മറ്റു ചിലർക്ക് കുറച്ച് കാലതാമസം എടുത്തേക്കാം. ആ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് കുതിക്കുക എന്നതാണ്. ജീവിതം എപ്പോഴും പോരാട്ടമാണ് സുഹൃത്തെ. തന്നോട് തന്നെയും സമൂഹത്തിനോടും വ്യവസ്ഥിതികളോടുമൊക്കെയുള്ള ഇടവേളകളില്ലാത്ത പോരാട്ടം. പ്രപഞ്ചം ചിലപ്പോൾ പക്ഷപാതിത്വം കാട്ടാറുണ്ട്. ചിലർക്ക് പരിശ്രമങ്ങളുടെ ബഹുകാഠിന്യമില്ലാതെ വിജയം സാധ്യമാക്കും. എന്നാൽ മറ്റു ചിലർക്ക്
പലതവണ. പിന്നെയും ചിലർക്ക് പരിശ്രമങ്ങളുടെ പരമ്പര തന്നെ വേണ്ടിവരും വിജയത്തിലേക്ക് എത്തുവാൻ. സ്വപ്നം സാധ്യമാകും വരെയും തുടരുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടി കരുതേണ്ട ഏറ്റവും ശക്തിമത്തായ വിശ്വാസവീര്യത്തിൻ്റെ ആയുധമാണ് സുഹൃത്തെ പ്രത്യാശ അഥവാ പ്രതീക്ഷ. വിജയം ഒരു രാത്രിയുടെ സമ്മാനമല്ലെന്നറിയുക. തകരാത്ത പ്രത്യാശകളോടെ ഇടവേളകളില്ലാത്ത പ്രവർത്തനം ഒടുവിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മികച്ച ശാരീരിക ആരോഗ്യത്തിനും കാരണമാകുന്നുണ്ട്. കൂടുതൽ പ്രത്യാശയോടെ നിങ്ങൾ പ്രയത്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ മസ്തിഷ്കം സുഖദായക ഹോർമോണായ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇത് ശരീരത്തിന് കൂടുതൽ സുഖകരവും ഊർജ്ജസ്വലവുമായ അനുഭൂതികളെ പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുകയുമാണ്. രോഗികൾ പ്രത്യാശ പുലർത്തുമ്പോൾ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിന് പിന്നിലെ അടിസ്ഥാന കാരണവും ഇതാണ്. പ്രത്യാശ നിങ്ങളുടെ ശാരീരികാരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും ഉന്നതമാക്കുന്നു. മനുഷ്യനിലെ ഏറ്റവും വെറുക്കപ്പെടേണ്ട ശീലമാണ് നൈരാശ്യം. പ്രത്യാശയില്ലാതിരിക്കുമ്പോഴാണ് നൈരാശ്യം പിറവികൊള്ളുന്നത്. നിങ്ങളിൽ പ്രത്യാശയില്ലാതെയാകുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഓരോന്നോരോന്നായി ഇല്ലാതാവുകയാണ്. ആദ്യം നിങ്ങളുടെ പ്രസരിപ്പും ഉന്മേഷവും നഷ്ടമാകുന്നു, കർമ്മോത്സുകത നഷ്ടമാകുന്നു, ധൈര്യവും ആത്മവിശ്വാസവും നഷ്ടമാകുന്നു. അങ്ങനെ മനസ്സും ശരീരവും ദുർബലമായി നിങ്ങൾ പരാജയത്തിലേക്ക് വീഴുകയാണ്. പരാജയം പൂർണ്ണമാകുന്നത് നിങ്ങൾ പ്രത്യാശയെ പരിപൂർണമായി ഉപേക്ഷിക്കുമ്പോഴാണ്. അതിനാൽ സുഹൃത്തുക്കളെ, വിജയത്തിനായി പ്രത്യാശയുടെ കിരണങ്ങളെ ഒപ്പം കരുതൂ.